കണ്ടെത്തിയത് അർജുൻ്റെ ലോറി തന്നെയെന്ന് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിച്ചു എന്നൊരു വിവരം വരുന്നുണ്ട്. എനിക്കതിൻ്റെ ആധികാരികതയെപ്പറ്റി അറിയില്ല. അർജുൻ്റെ ലോറി തന്നെയാണെന്ന് ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിച്ചു എന്ന വിവരം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ആ നിലയ്ക്ക് പരിശോധിക്കുക. അത് ചില സമൂഹ മാധ്യമ പോസ്റ്റുകൾ, ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയെ കോട്ട് ചെയ്ത് തന്നെയാണ്. അത് അവിടെ കണ്ടെത്തിയത് അർജുൻ്റെ ലോറി തന്നെയാണ്. അത് കണ്ടെത്താൻ അവിടെ മണ്ണ് നീക്കം ചെയ്യുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ലോറി ഉണ്ട് എന്നത് ഒരു ഉറപ്പോടെ, എന്ന് വെച്ചാൽ സ്ഥിരീകരിച്ച് അവിടുത്തെ SP തന്നെ പറയുന്നുണ്ട്. ആ വിവരങ്ങൾ ഒരുപക്ഷെ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ആ വഴിക്ക് നമ്മളുടെ അന്വേഷണം നടത്താവുന്നതാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ എനിക്ക് ഹാഷ്മിയോട് ചോദിക്കാനുള്ളത്, അവിടുത്തെ ടീമിനോട് ചോദിക്കാനുള്ളത്, ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ഈ പുഴയിൽ ശക്തമായ അടിയൊഴുക്കുണ്ടാവുകയും അവിടെ പുഴയിലേക്ക് ഇറങ്ങി നാവികസേനയ്ക്ക് പരിശോധിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ജലം കുത്തിയൊഴുകുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. അതിന് സമാനമായ അവസ്ഥ അവിടെ ഇപ്പോഴും ഉണ്ടോ? ഈ നാവികസേന ഡൈവേഴ്സിന് അവിടേക്ക് ഇറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടോ എന്നൊരു സംശയം ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. അത് എനിക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അതിലെന്തെങ്കിലും ഒരു വ്യക്തത വരുത്താൻ കഴിയുമോ ഷഫീദിന്, ഹാഷ്മിക്കോ, അരുണിനോ? അല്ല വിജയകുമാർ, ഇവിടെ ഈ പുഴയുടെ അടിത്തട്ടിൽ അതിശക്തമായ അടിയൊഴുക്കാണെന്ന ഒരു തർക്കം അക്കാര്യത്തിലില്ല. അതിലൊരു സംശയത്തിന്റെ അടിസ്ഥാനമില്ല. വലിയ അടിയൊഴുക്ക് തന്നെ എന്തായാലും ഉണ്ട്. കാര്യം നമ്മൾ ഇന്ന് രാവിലെ ഗംഗാവലി പുഴയുടെ കരക്കിലൊക്കെ പോയി നമ്മുടെ കണ്ണിൽ തന്നെ കാണാം, നമ്മുടെ ഈ വെള്ളം കൂടി വരുന്ന കണ്ണിൽ തന്നെ കാണാം. പക്ഷേ അതിന് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ആ നേവി ഡൈവർ സംഘത്തിന് അതിജീവിച്ചേ മതിയാകും വിജയകുമാർ. കാര്യം ആ ലോറി ഓർത്തണമെങ്കിൽ ഡൈവർ സംഘത്തിന് അതിനുള്ളിലേക്ക് പോയാൽ മതിയാവും. മറ്റെന്തെങ്കിലും സംവിധാനത്തിലൂടെ സ്വിംഗർ എന്ന് പറയുന്ന ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട് വിജയകുമാർ. അതിശക്തമായ അടിയൊഴുക്കിലും താഴേക്ക് പോകാൻ അവരെ സഹായിക്കുന്ന രീതിയിൽ നേരത്തെ വിജയകുമാർ പറഞ്ഞ ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഷഫീദിനോട് ചോദിക്കാം. ഷഫീദ്, ഇത്തരത്തിൽ ജില്ലാ പോലീസ് മേധാവി അത് അർജുൻ്റെ ട്രക്ക് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു എന്ന് ചില കാര്യങ്ങൾ കേൾക്കുന്നു. ലക്ഷ്മി, അതായത് കാൻവാർ SP ഈ നേവിയുടെ ബോട്ടിലേക്ക് കയറും മുൻപ് നമ്മൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് യെസ് വി ആർ ഫൈൻഡ് എ ബോട്ട് ആൻഡ് നമ്മൾ എടുത്തു ചോദിക്കുന്നുണ്ട് അർജുൻ്റെ തന്നെയാണോ. അപ്പോൾ പുള്ളി അതാണ് എന്ന രീതിയിലേക്ക് പറയുന്നുണ്ട്. പക്ഷേ അതല്ല ഔദ്യോഗിക സ്ഥിരീകരണം. ആ ടെലിഫോണിക് സംഭാഷണം മാത്രമല്ല ഔദ്യോഗിക സ്ഥിരീകരണം. അത് കൃത്യമായി പോയി വന്നതിന് ശേഷം പറയാമെന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിച്ചാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു അനൗദ്യോഗിക സ്ഥിരീകരണം വരുന്നുണ്ട്. മാത്രമല്ല ഈ കർണാടകയിലെ അവരുടെ പോലീസ് വിഭാഗങ്ങൾ ഇതിനോടകം തന്നെ കർണാടക സർക്കാരിന്, ആഭ്യന്തര വകുപ്പിന്, അവരുടെ ചീഫ് സെക്രട്ടറിക്ക് ഈ വിവരം കൈമാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടിയായി മാറിയ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കൂടി മാറിയിട്ടുണ്ട്. അത് ഇത്രയും പെട്ടെന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ ഈ രീതിയിൽ കണ്ടെത്തി എന്നുള്ളൊരു വിവരം കൈമാറിയിട്ടുണ്ട്. ഇതാണ് ഈ SP യുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾക്ക് വാസ്തവമുണ്ട്. കാരണം അദ്ദേഹം നമ്മളോട് പോലും അങ്ങനെ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമായി അത് നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിയില്ല. അതാണ് പ്രശ്നം. ഇവിടെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അത് നടത്തേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. ഇപ്പോൾ റവന്യൂ മന്ത്രി പറയുന്നത് ഡെഫിനറ്റ്ലി എന്നേ പറയുന്നുള്ളൂ, അത് അർജുൻ്റെ ട്രക്കാണ് എന്ന് പറയുന്നത്. ഒരു ട്രക്ക് ഡെഫിനറ്റ്ലി എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അത് ഇത് ട്രക്കാണെന്നും അർജുൻ്റെ ട്രക്കാണെന്നും എന്നുള്ള വിവരം ഔദ്യോഗികമായി പറയേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. ഒരുപക്ഷെ കളക്ടറോ അല്ലെങ്കിൽ MLA ഒക്കെയാണ് പറയേണ്ടത്. അല്പസമയത്തിനകം ആ ഔദ്യോഗിക സ്ഥിരീകരണം നമ്മൾ അകത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വിജയകുമാർ. അതിന് മുന്നോടിയായുള്ള ചില ചർച്ചകൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും എന്ന് പറഞ്ഞാൽ കർണാടക, ഇവിടുത്തെ ഈ മേഖലയുടെ ഉത്തര കന്നഡ മേഖലയുടെ എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഇതിനോടകം തന്നെ അകത്തേക്ക് പോയിട്ടുണ്ട്. അല്പസമയം മുൻപ് സെക്രട്ടറി തല ഉദ്യോഗസ്ഥർ വാഹന വ്യൂഹ ഭാഗത്തേക്ക് പോയി. അതിനുശേഷമാണ് ഈ കാർവാർ SP നേരത്തെ അല്പസമയം മുൻപാണ് ഒരു ഡിങ്കി ബോട്ടിൽ അതിന് സമീപത്തേക്കൊക്കെ പോകുന്നത് കണ്ടത്. ഉറപ്പായും ഇത് സ്ഥിരീകരണം തന്നെയാണെന്ന് തർക്കം വേണ്ട. ഈ ട്രക്ക് അർജുൻ്റെ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് ഉയർത്തുക എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ ഒഫീഷ്യൽ സ്ഥിരീകരണം വരാൻ ഒരുപക്ഷെ അല്പസമയം കൂടി വൈകുമായിരിക്കും. കാര്യം ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ലോറി ഉയർത്തുമായി ബന്ധപ്പെട്ട മറ്റു ചില തിരക്കുകൾപ്പെട്ടിരിക്കുന്ന ആയത് കാരണം ഇതിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു അല്പസമയം കൂടി വൈകും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വിജയകുമാർ, ഇത് ലോറി ഈ ട്രക്ക് ഉയർത്താൻ ആവശ്യമായ ഈ പുഴയിൽ നിന്ന് ഉയർത്താൻ ആവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും ഇതിനോടകം തന്നെ സെറ്റായിട്ടുണ്ട് എന്നിങ്ങനെ ജില്ലാ ഭരണകൂടത്തിലെ ചില സോഴ്സുകൾ പറയുന്നുണ്ട്. അത് ഒരൊറ്റ ഫോൺ വിളിയിൽ അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ പരുവത്തിന് ചുറ്റും തന്നെ ഒരുപക്ഷെ ഈ അപകട മേഖലയ്ക്ക് അകത്ത് തന്നെ നമ്മൾ ഇവിടെ മാധ്യമങ്ങളെ അടക്കം നേരത്തെ തടയുന്ന ആ മേഖലയ്ക്ക് അകത്തോട്ട് തന്നെ നേരത്തെ തന്നെ ഈ സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഇന്നലത്തെ സിഗ്നൽ അതിനിർണായകമായിരുന്നു വിജയകുമാർ. ആ സിഗ്നലിന് ശേഷം വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയി. ആ സിഗ്നലിന് ശേഷം ആ സിഗ്നൽ എന്താണ് അത് വിശ്വസിക്കാമെന്ന നിഗമനത്തിൽ അതിനെ അടിസ്ഥാനമാക്കി മാത്രമായിരുന്നു പരിശോധന. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മേഖല കേന്ദ്രീകരിച്ചുള്ള JCB ഉപയോഗിച്ചുള്ള പരിശോധന അടക്കം അവിടെ നടന്നത്. അതിനുശേഷം
അതിനൊരു പുഷ് എന്ന് പറയാവുന്ന രീതിയിലാണ് 60 അടി നീളക്കൈയുമായി ആ കൂറ്റൻ JCB അങ്ങോട്ടേക്ക് എത്തിയത്. അത് നൽകിയ സഹായം ചെറുതല്ല. ഇപ്പോൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എത്രത്തോളം ആഴത്തിൽ എത്രത്തോളം തറഞ്ഞാണ് ഈ ലോറി ഉള്ളത് എന്നതിനെക്കുറിച്ച് നിഗമനങ്ങൾ നേവി ഡൈവർ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഈ നേവി ഡൈവർ സംഘത്തിന് ഇക്കാലം അത്രയും ഈ ഗംഗാവലി പുഴയിലേക്ക് ഡൈവ് ചെയ്ത് ഒരു കാര്യക്ഷമ പരിശോധന നടത്താൻ കഴിയാതെ പോയതിന് കാരണം അതിലെ നദിയിലെ അതിശക്തമായ അടിയൊഴുക്കാണ്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പുഴയുടെ തീരത്തോട് ചേർന്ന പ്രദേശമാണ് വിജയകുമാർ. അതുകൊണ്ട് ഒരുപക്ഷെ വലിയ നമ്മൾ ഈ നദിയുടെ മധ്യഭാഗത്തൊക്കെ കണ്ട കൊടിയ അടിയൊഴുക്ക് എന്തായാലും ആ ഭാഗത്ത് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം. അത് നമ്മുടെ നിഗമനമാണ്. എന്നാൽ നേവിയുടെ വിദഗ്ധ ഡൈവർമാർ ഓരോ ഡിങ്കി ബോട്ടിലും ഇന്ത്യൻ നേവിയുടെ 2 പ്രധാനപ്പെട്ട ഡൈവർ എക്സ്പെർട്സ് അതിലുണ്ട്. അവരടക്കം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഡൈവർമാർ എവിടെയാണ് അതിൻ്റെ കൃത്യമായ ലൊക്കേഷൻ എന്നടക്കം കണ്ടെത്തി ഇനി അത് ഉയർത്തിയെടുക്കുക എന്നതാണ് പ്രധാനം. വിജയകുമാർ, നമുക്കതിനേക്കാൾ പ്രധാനം ഈ എന്താണ് ഈ ലോറിക്കകത്ത് അർജുൻ്റെ അവസ്ഥ എന്ന് നമുക്ക് അതിനേക്കാൾ പ്രധാനമാണ്. വലിയ ആകാംക്ഷാപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നാടൊന്നാകെ അത് കമന്റ് ബോക്സിൽ മാത്രമല്ല ഓരോ വീട്ടകങ്ങളിലും അതിനെപ്പറ്റി വേദനിക്കുന്ന ഓരോ വീട്ടകങ്ങളിലും ആ പ്രാർത്ഥന ഇപ്പോൾ നിൽക്കുന്നുണ്ട്. കുറച്ച് അവശനായിട്ടാണെങ്കിലും അർജുനെ ജീവനോടെ തരണേ ദൈവമേ എന്ന പ്രാർത്ഥനകൾ മുഖരിതമാകുന്ന ഒരു സമയമാണ്. പ്രാർത്ഥനകൾ നടക്കട്ടെ. പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഉത്തരം കിട്ടിയ ചരിത്രം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാം. വിജയകുമാർ, നമുക്ക് 9ാം നാൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം 8ാം നാൾ. ഇന്നലെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതേ സമയം ഞാൻ പറഞ്ഞത് 8ാം നാളും ഇവിടെ തെരച്ചിൽ അവസാനിക്കുമ്പോൾ നിരാശ എന്നാണെങ്കിൽ ഇന്നിപ്പോൾ ഈ പെരുമഴയത്ത് കൊടുങ്കാറ്റ് നിന്നുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവിടെ നിന്ന് ഏറ്റവും വിജയകുമാർ കർണാടകയിലെ മന്ത്രിയാണോ, കർണാടകയിലെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോവുകയാണ്. ഇവിടെ കർണാടകയിലെ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോകുന്നു. ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.